ഷാഹി കബീർ എഴുതി ഡയറക്ട് ചെയ്ത റോന്ത് എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഇലവീഴ പുഞ്ചിറ അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത നേരത്തെ ഒരു മികച്ച ചലച്ചിത്രമായിരുന്നു. അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ജോസഫ് തുടങ്ങിയ സിനിമകളിലേക്ക് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തത് നമ്മുടെ ഈ ഷാഹി കബീറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ, റോഷൻ മാത്യു അദ്ദേഹമൊക്കെ ആയിട്ടുള്ള ഇന്റർവ്യൂ നമ്മുടെ ബൈജുവൻ നായരുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അടുത്ത് കണ്ടിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഈ സിനിമ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നു തിയേറ്ററിൽ പോയിട്ട്. സിനിമ ഒട്ടും മോശമാക്കിയിട്ടില്ല. നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു ഇല്ലേ, ആ സിനിമയുടെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ സിനിമ ആക്ഷൻ ഹീറോ ബിജു ഒരു പകൽ നേരം, മിക്കവാറും പകൽ സമയം ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ റോന്തിന് നൈറ്റ് പട്രോളിങ്ങിന് പോകുന്ന പോലീസുകാർക്കിടയിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഇദ്ദേഹം ഒരു പോലീസിലായിരുന്നു നമ്മുടെ എഴുത്തുകാരൻ ഷാഹി കബീർ. അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റായിട്ട് അത് ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ആ ഒരു അഭിനയ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ നിന്നും പകർത്തിയ കുറെ സംഭവങ്ങളുണ്ട്. അതിനകത്ത് കൂടുതലും ഒരു 70% അങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പല പല ചെറിയ ചെറിയ നിമിഷങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഈ റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവര് അടിപൊളിയായിട്ട്, അതായത് ദിലീഷ് പോത്തന്റെ ഒക്കെ അഭിനയം എന്ന് പറഞ്ഞാല് പക്ക ആയിട്ടുണ്ട്. റോഷൻ മാത്യുവിന് ആ റോൾ അദ്ദേഹത്തിന് ചേരുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കൂടാതെ ഇവർ രണ്ടുപേരുമാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ സുധി കോപ്പ ചെറിയ റോള് വരുന്നുണ്ട്. രാജേഷ് മാധവൻ ചെറിയൊരു വീഡിയോ കോളിൽ മാത്രം വരുന്നുണ്ട്. പിന്നെ ബാബു, ബേബി നന്ദൂട്ടി, പിന്നെ റോഷൻ അബ്ദുൾ റഹു, നന്ദൻ ഉണ്ണി, അങ്ങനെ കുറച്ച് നമ്മൾ അറിയാത്ത കുറെ പേര് മുഖങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പടം എന്തായാലും 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂർ മോശമില്ലാതെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നും പറയാനില്ല. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ആ ഒരു മികവിലേക്കൊന്നും എത്തിയിട്ടില്ല. ക്ലൈമാക്സ് വേറൊരു രീതിയിൽ ആക്കാമായിരുന്നു എനിക്ക് തോന്നി. ജീവിതത്തിൽ നടക്കുന്നതാണ്, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ തിയേറ്ററിൽ വരുന്ന ഒരാള് ക്ലൈമാക്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു സുഖമില്ലാതെ തോന്നും. കാരണം അങ്ങനെ വേണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും രീതിയിൽ ആക്കാമായിരുന്നു തോന്നി. കാരണം ആ ഒരു രീതിയിലേക്ക് നമുക്ക് മനസ്സിന് വല്ലാണ്ടൊരു വിഷമം കൊടുക്കാത്ത രീതിയിൽ വരാമായിരുന്നു തോന്നി. ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇത് അധികം സിനിമയിൽ തിയേറ്ററിലൊന്നും ആളില്ലായിരുന്നു. സൺഡേ ആയിരുന്നു, പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തിയേറ്ററിൽ വളരെ കുറവായിരുന്നു. എങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവം. നമുക്ക് രണ്ടാമത് കാണാനൊന്നും തോന്നില്ല. പക്ഷെ നമുക്ക് ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ആണെങ്കിൽ രണ്ടാമത് മൂന്നാമത് കാണാനൊക്കെ തോന്നും. പക്ഷെ ഇത് അങ്ങനെയൊന്നും തോന്നുന്നില്ലെങ്കിൽ കൂടി പൈസ മുതലാക്കാനുള്ള ഒരു സംഭവമൊക്കെ ഈ സിനിമയിലുണ്ട്. നിങ്ങളൊരു സിനിമ പ്രേമിയാണെങ്കിൽ ഒറ്റ ആക്ഷൻ പോലും ഇല്ല, ഒരൊറ്റ ആക്ഷൻ പോലും ഇല്ല. പക്ഷെ സാധാരണ സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഈ സിനിമ വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ അതിനകത്ത് നമ്മുടെ ദിലീഷ് പോത്തന്റെ വൈഫായിട്ട് അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഒക്കെ നമ്മൾ അറിയാത്തൊരു മുഖമാണ് വൈഫിന്റെ. അവരുടെ കെമിസ്ട്രി ഒക്കെ വളരെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു ശരാശരിയിൽ എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ചെയ്യാം. സോ നമുക്ക് അടുത്ത ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.